എൻസൈക്ലോമിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഗ്യാസ് സിലിണ്ടർ ഉപയോഗിക്കുന്നവരാണ് നമ്മളെല്ലാവരും തന്നെ. ഇത്തരത്തിൽ ഗ്യാസ് സിലിണ്ടർ കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. പ്രധാനമായിട്ടും 970 രൂപ നമ്മളിൽ നിന്ന് ഈടാക്കുന്നുണ്ട്. അത് ഏത് രീതിയിൽ ഈടാക്കുന്നു എന്നുള്ള കാര്യം ഉൾപ്പെടെയുള്ളവ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഗ്യാസ് സിലിണ്ടർ നൽകുമ്പോൾ ഗ്യാസ് സിലിണ്ടറിൻ്റെ മുകൾ ഭാഗത്തായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്ന പ്രത്യേകം കോഡുകൾ കൂടി ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ചില പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. നമ്മുടെ വീഡിയോ സാധ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. ഏറ്റവും ആദ്യത്തേത് ഗ്യാസ് സിലിണ്ടർ ഏജൻസിയിൽ നിന്ന് കൃത്യമായിട്ട് വിതരണം ചെയ്യുന്ന നമ്മൾ ബുക്കിംഗ് ചെയ്തിട്ടുള്ള ഗ്യാസ് സിലിണ്ടർ നമ്മുടെ വീടുകളിൽ എത്തിച്ച് അത് കണക്ട് ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള കർത്തവ്യങ്ങൾ നിർവഹിക്കേണ്ടത് വിതരണ ഏജൻസിയിൽ നിന്നുള്ള പരിശീലനം ലഭിച്ചിട്ടുള്ള സ്റ്റാഫുകളായിരിക്കും. ആ കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ഇതാണ് അവർ പ്രധാനമായിട്ടും നിലവിൽ ചെയ്യേണ്ട കടമ എന്നുള്ളത്. എന്നാൽ പല മേഖലകളിലും ഈ ഒരു സംവിധാനത്തിന് അവർ മുതിരാറില്ല. നമ്മുടെ വീടുകൾക്ക് സമീപം ഇത് ഇറക്കി വെച്ച ശേഷം മറ്റു ബിൽ തുകയും കാര്യങ്ങളുമൊക്കെ വാങ്ങി അവർ മടങ്ങുകയാണ് ചെയ്യുന്നത്. പക്ഷേ നിലവിൽ ഇത് റെഗുലേറ്ററിയുമായിട്ട് ബന്ധിപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ലീക്കേജ് പരിശോധിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവരുടെ കടമയെന്ന കാര്യം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി തന്നെയാണ് ഇവർക്ക് അംഗീകൃത ലൈസൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഡിസ്ട്രിബ്യൂഷൻ അവർക്ക് ആക്റ്റീവാക്കി കൊടുക്കുന്നതും ഈ ഒരു കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. ഇനി രണ്ടാമതായിട്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധിക്കേണ്ടത്, ചില ഗ്യാസ് സിലിണ്ടറുകൾ പഴക്കം ചെന്നവയായിരിക്കും നമുക്ക് ലഭിക്കുന്നത്. എങ്കിൽ പോലും ഗ്യാസ് സിലിണ്ടറുകളുടെ മുകൾ വശത്ത് ഈ ഗ്യാസ് സിലിണ്ടറിന്റെ എക്സ്പയറി ഡേറ്റ് കാണുവാനായിട്ട് സാധിക്കുന്നതാണ്. ABCD എന്നിങ്ങനെ 4 കോഡുകളായിട്ട് ഇത് തിരിച്ചിരിക്കുകയാണ്. A എന്നുള്ളത് ജനുവരി, ഫെബ്രുവരി, മാർച്ച് എന്നീ മാസങ്ങൾ. ഇനി B എന്ന് പറയുമ്പോൾ ഏപ്രിൽ, മെയ്, ജൂൺ എന്ന് പറയുന്ന മാസങ്ങളാണ്. ഇങ്ങനെ 3 മാസങ്ങൾ വീതം ABCD എന്നിങ്ങനെ കോഡുകളായിട്ട് തിരിച്ചിരിക്കുകയാണ്. പിന്നീട് ഒരു 2 അക്കവും കാണുവാനായിട്ട് സാധിക്കുന്നതാണ്. അത് നമ്മുടെ എക്സ്പയറി ആകുന്ന ഇയറിനെ സൂചിപ്പിക്കുന്നതാണ്. 29 എന്നാണെങ്കിൽ 2029, 30 എന്നാണെങ്കിൽ 2030, 2027 A എന്നാണ് കാണിക്കുന്നതെങ്കിൽ ജനുവരി, ഫെബ്രുവരി, മാർച്ച്, അതായത് മാർച്ച് 2027 തന്നെ ഇത് എക്സ്പയറി ആവുന്നതാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ഗ്യാസ് സിലിണ്ടർ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ്. നിലവിൽ 922 രൂപയാണ് ഗ്യാസ് സിലിണ്ടർ നിരക്ക് എന്ന് പറയുന്നത്. അടിസ്ഥാന വില എന്ന് പറയുന്നത് ഈ ഒരു നിരക്കാണ്. ഇനി ഡെലിവറി ചാർജ് കൂടി ഈടാക്കിയാണ് ഗ്യാസ് സിലിണ്ടർ വിതരണം ചെയ്യുന്നത്. 5 കിലോമീറ്റർ പരിധിയിൽ വിതരണം സൗജന്യമാണ്. അതായത് അത് കൊണ്ടുവന്ന് ഉപഭോക്താവിന് നേരിട്ട് വാങ്ങുവാനായിട്ട് ഏജൻസിക്ക് നിർബന്ധം പിടിക്കുവാനൊന്നും പറ്റുന്നതല്ല. ഡെലിവറി ചാർജ് ഇല്ലാതെ 5 കിലോമീറ്റർ പരിധിയിൽ വിതരണം ചെയ്യുന്നു. 5 കിലോമീറ്റർ മുതൽ 10 കിലോമീറ്റർ വരെ ഒരു നിരക്കും, 10 കിലോമീറ്റർ മുതൽ 15 കിലോമീറ്റർ വരെ മറ്റൊരു നിരക്കുമാണ്. 15 കിലോമീറ്ററിന് മുകളിൽ മറ്റൊരു ചാർജാണ്. പരമാവധി 980 രൂപ വരെയൊക്കെ ഈടാക്കുവാനാണ് വ്യവസ്ഥയിലുള്ളത്. അപ്പോൾ ഈ വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റു ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റു വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.